നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇലോൺ മസ്ക് പേരല്ല, ഒരത്ഭുതമാണ്. ബിഗ് സീറോയിൽ നിന്ന് ഭൂമി കണ്ട ഏറ്റവും വലിയ ധനികൻ. ഒരിക്കൽ ഒരു ഭ്രാന്തനാശയക്കാരനായി ഇലോൺ മസ്കിനെ ലോകം കണ്ടു. പിന്നീട് ലോകം കീഴടക്കുന്ന ബിസിനസ് ജേതാവായി. ഏറ്റവും ഒടുവിലിത അമേരിക്കൻ ഭരണത്തിലെ നിർണായക റോൾ ഇലോൺ മസ്കിന്. നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് റോക്കറ്റുകളിൽ യാത്ര ചെയ്യുക, ചൊവ്വയിൽ തൻ്റേതായ കോളനി രൂപവൽക്കരിക്കുക, ബഹിരാകാശത്തേക്ക് ടാക്സി സർവീസ്, ലോകം മുഴുവൻ വൈഫൈ, ചൊവ്വയിലെ കോളനിയിൽ 10 ലക്ഷം ആളുകളെ താമസിപ്പിക്കുക. ഇലോൺ മസ്കിൻ്റെ ആശയങ്ങൾ കേട്ടവരൊക്കെ ആദ്യം പരിഹസിച്ചു തള്ളി. എന്നാൽ തൻ്റെ ചിന്തകളിൽ മാറ്റം വരുത്താതെ ഇലോൺ മസ്ക് ഓരോന്നായി ലോകത്തിന് കാട്ടിക്കൊടുത്തു. ലോകത്തിൻ്റെ നാവിൽ ആ പേര് ഇലോൺ മസ്ക് എന്ന ഇലോൺ ഡ്രീവ് മസ്ക്. ഒറ്റ ട്വീറ്റിൽ അയാൾ ഓഹരി വിപണി ഇളക്കിമറിച്ചു. വട്ടപൂജ്യത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായുള്ള ഇലോൺ മസ്കിൻ്റെ യാത്ര അതൊരു വല്ലാത്ത കഥയാണ്. തിരസ്കാരങ്ങളുടെയും നഷ്ടങ്ങളുടെയും അധ്വാനത്തിൻ്റെയും ഒരുപാട് ഏടുകൾ. ഒടുവിൽ എല്ലാം വെട്ടിപ്പിടിച്ച് ഇലോൺ മസ്ക് അവിടെ വിശ്രമിച്ചില്ല. തൻ്റെ ദൗത്യം ജീവിതമിനിയും ഒരുപാട് കടമകൾക്കുള്ളതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകൾ അയാൾ കൈപ്പിടിയിലൊതുക്കി. ദീർഘവീക്ഷണത്തോടെ ബിസിനസ് പദ്ധതികൾ അയാൾ ആസൂത്രണം ചെയ്തു. പുതുലോക ബിസിനസ് പ്ലാനുകൾ ലോകം മനസ്സിൽ കാണുമ്പോൾ അയാൾ പ്രാവർത്തികമാക്കി അത് നടപ്പാക്കി കാട്ടിക്കൊടുത്തു. അവിടെയാണ് ഇലോൺ മസ്ക് വ്യത്യസ്തനാകുന്നത്. ഇലോൺ മസ്കിൻ്റെ മാന്ത്രികത തിരിച്ചറിഞ്ഞ ഡൊണാൾഡ് ട്രംപ് അയാളെ ചേർത്തു പിടിച്ചു. തൻ്റെ മുതൽ മുടക്കുകളൊന്നും പാഴാവില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ചവരാണ് ഇലോൺ മസ്ക്. ഇക്കുറി അയാൾ നിക്ഷേപമിറക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിച്ചു എന്ന് മാത്രമല്ല, വിജയിച്ചു വന്ന ഡൊണാൾഡ് ട്രംപ് ടെസ്ലയുടെ ഉടമയെ ചേർത്തു പിടിച്ചു. ഇപ്പോഴിതാ ടെസ്ല CEO ഇലോൺ മസ്കും ഇന്ത്യൻ വംശജനും സംരംഭകനുമായ വിവേക് രാമസ്വാമിയും ട്രംപ് ഭരണത്തിൽ നിർണായക ചുമതലകൾ വഹിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന വകുപ്പാണ് ഇരുവർക്കും ട്രംപ് നൽകിയിരിക്കുന്നത്. ഒരു സർക്കാരിനെ ചലനാത്മകമാക്കുക, ലോകത്തിൻ്റെ ഏറ്റവും മുന്നിൽ അമേരിക്കയെ എത്തിക്കുക. ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇരുവരും ശമ്പളം വാങ്ങില്ല എന്ന് ഇലോൺ മസ്ക് തന്നെയാണ് വെളിപ്പെടുത്തിയത്. ശമ്പളമില്ലാത്ത മന്ത്രിമാരെപ്പറ്റി ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ ഉയർന്നു. ഭരണ സംവിധാനത്തിലെ അമിത നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക, ഫെഡറൽ ഏജൻസികളുടെ പുനഃക്രമീകരണം എന്നിവയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ലക്ഷ്യം. അതിൽ അമേരിക്ക ഒരു പുതുചുവട് വയ്ക്കുന്നു. നിർണായക പദവിയിൽ എത്തിയതിനു പിന്നാലെ ടെസ്ല ഉടമ ഇലോൺ മസ്ക് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തി. തിങ്കളാഴ്ച രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയത്. US ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇളവുകൾ തേടാനും ടെഹ്റാനിൽ ബിസിനസ് സാധ്യതകൾ കണ്ടെത്താനും ഇറാൻ അംബാസഡർ മസ്കിനോട് ആവശ്യപ്പെട്ടതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇരുവരുടെയും ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നുമില്ല. എങ്കിലും ഇലോൺ മസ്ക് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കൂടിക്കാഴ്ച. അതിലപ്പുറം ട്രംപ് അമേരിക്കയെ മറ്റൊരു തലത്തിലേക്ക് വളർത്താൻ തൻ്റെ ആദ്യ ചുവടുവയ്പ് തുടങ്ങി. ഇലോൺ മസ്ക് എന്ന വിജയഗാഥയെ നമ്മൾ അടുത്തറിയുമ്പോഴാണ് ഇതൊരു വല്ലാത്ത കഥയായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു പ്രത്യേക സ്വഭാവ രീതിയുടെ ഉടമയായിരുന്നു ഇലോൺ മസ്ക്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വെച്ച് ഏറെ പരിഹാസങ്ങൾക്ക് അദ്ദേഹം പാത്രമായി. 1971 ജൂൺ 28 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ സമ്പന്ന കുടുംബത്തിലാണ് മസ്കിൻ്റെ ജനനം. എഞ്ചിനീയറായിരുന്ന എറോൾ മസ്ക് ആയിരുന്നു മസ്കിൻ്റെ പിതാവ്. മോഡലും ഡയറ്റീഷ്യനുമായിരുന്ന മെയ്ബ് മസ്കിൻ്റെ 3 മക്കളിൽ മൂത്തവൻ. ഇലോണ് 9 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. ഇതോടെ പൊതുവെ അന്തർമുഖനായി ഇലോൺ. പറയത്തക്ക സുഹൃത്തുക്കളൊന്നുമില്ല. കൂട്ടുകാരിൽ നിന്ന് ഏറെ പരിഹാസവും തല്ലുകൊള്ളലുമൊക്കെ അക്കാലത്ത് പതിവായി. മാതാപിതാക്കളുടെ വേർപിരിയൽ പിതാവിനോടുള്ള അമർഷം അദ്ദേഹത്തിൽ നുരപൊന്തി. പിന്നീട് പലപ്പോഴും പിതാവിനോടുള്ള വെറുപ്പ് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചു. പിന്നീട് പുസ്തകങ്ങളും കമ്പ്യൂട്ടറുകളും മാത്രമായി കുഞ്ഞിലോണിൻ്റെ ലോകം. കമ്പ്യൂട്ടർ ഗെയിമുകളോട് വല്ലാത്തൊരിഷ്ടം. അങ്ങനെ 12-ാം വയസ്സിൽ സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ ഗെയിം അയാൾ വിജയിപ്പിച്ചെടുത്തു. 12-ാം വയസ്സിൽ താൻ നിർമ്മിച്ച ബ്ലാസ്റ്റേഴ്സ് എന്ന ഗെയിം $500 കുഞ്ഞിലോൺ വിൽക്കുന്നു. മസ്കിൻ്റെ ബിസിനസ് മൈൻഡ് അവിടെ തുടങ്ങിയെന്നാണ് സുഹൃത്തുക്കൾ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത്. സാമാന്യം വലിപ്പമുള്ള തൻ്റെ വീട് അവധി ദിവസങ്ങളിൽ പാർട്ടി നടത്താനായി മറ്റുള്ളവർക്ക് കൊടുത്തു. അതിലൂടെ ചെറുവാടകയും കുഞ്ഞിലോൺ നേടി. എലോൺ മസ്കിന് 17 വയസ്സുള്ളപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറി.
ഒടുവിൽ കോളേജ് പഠനത്തിനായി അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെത്തി. എക്കണോമിക്സിലും ഫിസിക്സിലും പെൻസിൽവാനിയയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ മസ്ക് പിന്നീട് പോയത് കാലിഫോർണിയയിലേക്ക്. കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എനർജി ഫിസിക്സിൽ PhDക്കായി ജോയിൻ ചെയ്തു. പക്ഷേ 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇലോൺ മസ്ക് തിരിച്ചറിഞ്ഞു ഇതല്ല തൻ്റെ വഴി. തുടർന്ന് സഹോദരനൊപ്പം സിപ്റ്റു എന്നൊരു വാർത്താ വെബ്സൈറ്റ് ആരംഭിച്ചു. $20,000 മുതൽ മുടക്ക്. 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരങ്ങൾ ആ വാർത്താ വെബ്സൈറ്റ് വിറ്റത് $307 മില്യൺ. പിന്നീട് എസ്കോം എന്ന പേരിൽ മറ്റൊരു കമ്പനി ആരംഭിച്ചു. ഓൺലൈൻ ബാങ്കായിരുന്ന എസ്കോമിനെ പിന്നീട് eBay $1.5 ബില്യൺ കൊടുത്ത് സ്വന്തമാക്കി. അന്ന് ഇലോൺ മസ്ക് തുടങ്ങിവെച്ച ആ എസ്കോം എന്ന ബാങ്കിങ് ഇടപാടാണ് പിന്നീട് ലോകം മുഴുവൻ പടർന്നു പിടിച്ച പേപ്പാൽ എന്ന വലിയ ധനകാര്യ ഇടപാട് സ്ഥാപനമായി വളർന്നത്. കോളേജ് വിദ്യാഭ്യാസത്തിനൊന്നും അമിത പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് പലപ്പോഴും ഇലോൺ മസ്ക് പറഞ്ഞു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം പുറത്തിറക്കിയ വീഡിയോയിലാണ് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്നു പറഞ്ഞത്. നിരവധി പേരാണ് കോളേജുകളിൽ പഠിച്ച് വെറുതെ വർഷങ്ങൾ പാഴാക്കുന്നത്. അതിലൂടെ അവർക്ക് കടം മാത്രമാണ് ബാക്കി. മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ പ്രായോഗിക കഴിവുകളൊന്നും കോളേജ് പഠനത്തിൽ നിന്ന് ലഭിക്കില്ല. ഭൗതികശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ ബിരുദം നേടിയ വ്യക്തി കൂടിയാണ് മസ്ക്. എന്നാൽ ജീവിതത്തിൽ വിജയം നേടാൻ 4 വർഷ ബിരുദം ആവശ്യമില്ല എന്ന് മസ്ക് തുറന്നടിച്ചു. പ്രായോഗിക കഴിവുകൾ വികസിപ്പിച്ചെടുക്കുകയാണ് മുഖ്യം. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, മരപ്പണിക്കാർ എന്നിവർക്ക് ബിരുദങ്ങൾ നേടിയവരെക്കാൾ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൈപ്പണി ചെയ്യുന്നവരോട് തനിക്ക് വലിയ ബഹുമാനമുണ്ട്. തൻ്റെ സ്ഥാപനത്തിൽ കഴിവ് മാത്രമാണ്, അതല്ലാതെ വിദ്യാഭ്യാസ യോഗ്യതയായി കണക്കാക്കുന്നത് എന്നും ഇലോൺ മസ്ക് തുറന്നടിച്ചു. കാര്യങ്ങൾ പഠിക്കാൻ എന്തിനു കോളേജിൽ പോകുന്നു? എല്ലാം വിരൽത്തുമ്പിൽ ലഭിക്കുന്ന കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രസക്തമായ ചോദ്യം അമേരിക്കയിൽ പോലും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. എസ്കോം എന്ന കമ്പനി വലിയ വിലയ്ക്ക് വിറ്റതിന് ശേഷം ഇലോൺ മസ്കിലെ ബിസിനസ്സുകാരൻ മറ്റൊരു തലത്തിലേക്ക് വളർന്നു. അവിടെയാണ് സ്പേസ് എക്സിൻ്റെ പിറവി. ടെസ്ലയും മറ്റനേക സ്വപ്ന പദ്ധതികളും ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. 2002 ചെലവ് ചുരുക്കി ബഹിരാകാശ യാത്ര എന്ന ആശയത്തിൽ സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് എന്ന കമ്പനി മസ്ക് തുടക്കമിട്ടത്. വളരെ പെട്ടെന്ന് തന്നെ സ്പേസ് എക്സ് അതിൻ്റെ പ്രവർത്തന മേഖലയിൽ മികവ് തെളിയിച്ചു, വിശ്വാസ്യത ആർജിച്ചു. 2008 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള കാർഗോ ഗതാഗതത്തിന് നാസ സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ടു. 2012 മെയ് 22 ആ ചരിത്ര നിമിഷം. ലോകത്താദ്യമായ ഒരു സ്വകാര്യ കമ്പനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിച്ചു. ഇലോൺ മസ്കിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയ നിമിഷം. ഇലോൺ മസ്കിനെ ലോകം അമ്പരപ്പോടെ നോക്കി. ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞിരുന്ന ബഹിരാകാശ യാത്രികർക്കായി 1000 പൗണ്ട് അവശ്യ സാധനങ്ങളുമായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചു പൊങ്ങി. 2013 15 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 വീണ്ടും വാർത്തകൾ സൃഷ്ടിച്ചു. പിന്നീട് ഇൻ്റർനെറ്റ് ലോകത്ത് പുതുവിപ്ലവമായിരുന്നു ഇലോൺ മസ്ക് ലോകത്തിന് കാട്ടിക്കൊടുത്തത്. 2018 ഫെബ്രുവരിയിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നുള്ള കേപ്പ് കാനവറിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് ചെറി നിറത്തിലുള്ള ടെസ്ല കാറിനെയും അതിലിരുത്തിയ സ്റ്റാർമാൻ എന്ന പാവ മനുഷ്യനെയും വഹിച്ച് ഫാൽക്കൺ ഹെവി അന്ന് കുതിച്ചുയർന്നു. നാളെ ഭൂമി വാസയോഗ്യമല്ല എങ്കിലും മനുഷ്യൻ ഭയപ്പെടേണ്ട. 2050 ചൊവ്വയിൽ നമ്മൾ കോളനി സൃഷ്ടിക്കുമെന്നായിരുന്നു പിന്നീട് ഇലോൺ മസ്കിൻ്റെ പ്രഖ്യാപനം. 2004 ലോകത്തെ ഏറ്റവും വിപ്ലവം നടന്ന ടെസ്ല എന്ന കാർ നിർമ്മാണ കമ്പനിയിൽ നടന്ന അത്ഭുതം. വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ടെസ്ല എന്ന ഇലക്ട്രിക് കാർ കമ്പനിയിലേക്ക് ഇലോൺ മസ്ക് നിക്ഷേപമിറക്കി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഉപദേശിച്ചു, ഇത് അപകടം പിടിച്ച വഴിയാണ്. ലോകത്തിലെ മുൻനിര കാർ നിർമ്മാതാക്കളുമായി മത്സരിക്കാൻ ഇലോൺ മസ്കിന് കഴിയില്ല. എന്നാൽ മസ്ക് അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ കമ്പനി തകർന്നടിഞ്ഞു. ഇലോൺ മസ്കിൻ്റെ കയ്യിൽ ഒന്നുമില്ല. വാടകയ്ക്ക് താമസിക്കാൻ മറ്റൊരു വീടെടുക്കാൻ പോലും അദ്ദേഹത്തിന് നിർവാഹമില്ല. തുടർന്ന് കമ്പനിയിലെ ഒരു ഗരേജ് മുറിയിലാണ് ഇലോൺ മസ്ക് വർഷങ്ങൾ താമസിച്ചത്. 20-22 മണിക്കൂർ വരെ ജോലി ചെയ്തു. ഒടുവിൽ 320 കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന റോഡ്സ്റ്റർ കാർ പുറത്തിറക്കി കമ്പനി വീണ്ടും ലോകത്തെ ഞെട്ടിക്കുന്നു. ടെസ്ല കാർ കമ്പനി കുതിച്ചുയരുന്നു. ഓഹരി വിപണിയിൽ പുതുചലനം. തകർച്ചയുടെ തൊട്ടുപിന്നാലെ 2003 സോളാർ സിറ്റി സ്ഥാപിച്ച മസ്ക് വീണ്ടും ഞെട്ടിക്കുന്നു. ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ സോളാർ കമ്പനികളിൽ ഒന്നാണ് സോളാർ സിറ്റി.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് മസ്ക് പിന്നെ കൈവച്ചത്. അവിടെയും വലിയ വിജയം. മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച് കമ്പ്യൂട്ടറുമായി സംവേദനം സാധ്യമാക്കുന്ന ന്യൂറാലിങ്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച് വീണ്ടും ഇലോൺ മസ്ക് ലോകത്തെ ഞെട്ടിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾക്ക് വേണ്ടിയുള്ള OpenAI എന്ന നോൺ പ്രോഫിറ്റ് കമ്പനി തുടങ്ങി ലോകത്തിന് മുന്നിൽ മറ്റൊരു അത്ഭുതമായി ഇലോൺ. അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ അത്ഭുത യാത്രകൾ. അതിവേഗ യാത്ര സാധ്യമാകുന്ന ഹൈപ്പർ ലൂപ്പ് എന്ന ഗതാഗത സാങ്കേതിക വിദ്യയായിരുന്നു അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച മറ്റൊരു സാങ്കേതിക സംവിധാനം. ലോകത്താദ്യമായാണ് ഇങ്ങനൊരാശയം ഒരാൾ മുന്നോട്ട് വയ്ക്കുന്നത്. വായുമർദ്ദം കുറഞ്ഞ കുഴലിലൂടെ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ ഒരു പോഡിൽ സഞ്ചരിക്കാവുന്ന ഗതാഗത സംവിധാനം. ലോകത്തിലെ ഏത് നിർമ്മാതാക്കൾക്ക് വേണമെങ്കിലും ഇതിൻ്റെ സാങ്കേതിക വിദ്യ താൻ കൊടുക്കാം എന്ന വാഗ്ദാനവുമായി ഇലോൺ മസ്ക് അക്കാലഘട്ടത്തിൽ നിറഞ്ഞു. ഹൈപ്പർ ലൂപ്പിന് വേണ്ടിയുള്ള ടണലുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുന്ന ദ ബോറിംഗ് കമ്പനിക്ക് മസ്ക് നേതൃത്വം കൊടുത്തു. ബ്ലൂംബർഗ് ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ലോകത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഇലോൺ മസ്കിൻ്റെ വിജയഗാഥ അവിടെ കൊണ്ടും തീരുന്നില്ല. 2015 സ്പേസ് എക്സ് സ്റ്റാർലിങ്ക് എന്നൊരു സംവിധാനത്തിന് രൂപകൽപ്പന നൽകി. അത് പുതിയ ഒരു ഇൻ്റർനെറ്റ് വിപ്ലവം തന്നെയാണ് ലോകത്തിന് സമ്മാനിച്ചത്. ആകാശം മറച്ചുകൊണ്ടാണ് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുന്നത് എന്നീ ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി കൊടുത്തു. അതെ, ആകാശം കീഴടക്കുകയാണ് തൻ്റെ ലക്ഷ്യം. 2022 റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ യുക്രൈനോട് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻ്റർനെറ്റ് സംവിധാനവും ഞാനൊരുക്കും എന്ന വാഗ്ദാനവുമായി ഇലോൺ മസ്ക് കളം നിറഞ്ഞു. അന്ന് 20,000 സാറ്റലൈറ്റ് ലിങ്കുകളാണ് യുക്രൈന് വേണ്ടി ഇലോൺ മസ്ക് മാറ്റിവെച്ചത്. 2022 റഷ്യക്കെതിരെ ആക്രമണം നടത്താൻ പ്രത്യേക ഉപഗ്രഹ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടു യുക്രൈൻ പ്രസിഡന്റ്. എന്നാൽ ഇലോൺ മസ്ക് അത് നിഷേധിച്ചു. റഷ്യ നിങ്ങളുടെ മേൽ ആണവാക്രമണം നടത്തും, അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കരുത്. ഇതായിരുന്നു ഇലോൺ മസ്കിൻ്റെ നിർദ്ദേശം. 2004 ഫെബ്രുവരിയിൽ $6.35 മില്യൺ മുതൽ മുടക്കിൽ തുടങ്ങുന്ന ടെസ്ല കമ്പനി ഇന്ന് ലോകത്ത് ഏറ്റവും ശക്തമായ വാഹന നിർമ്മാണ കമ്പനിയായി മാറിയിരിക്കുന്നു. സഹോദരനുമൊത്ത് X.com എന്ന പേരിൽ ഒരു വാർത്താ വെബ്സൈറ്റ് ആരംഭിക്കുമ്പോൾ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഉപദേശിച്ചു, ഈ പേര് അപകടമാണ്. സാധാരണ പോൺ സൈറ്റുകൾക്കാണ് ഇത്തരം പേരുകൾ ഉപയോഗിക്കാറുള്ളത്. അവരോട് ഇലോൺ മസ്ക് അന്ന് പറഞ്ഞത് നാളുകളിൽ എക്സ് ലോകത്തിൽ ഒരു പ്രകമ്പനമാകും, ഒരു തരംഗമാകുമെന്നാണ്. അദ്ദേഹം അത് കൃത്യമായി വിശ്വസിച്ചിരുന്നു, യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അവിടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിനെ ചേർത്ത് പിടിക്കുന്ന അത്ഭുതകഥ നമ്മൾ വായിക്കേണ്ടതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.